NEET 2021 ക്രാഷ് കോഴ്സ് ഫിസിക്സിൽ നമുക്കറിയാം ആഗസ്റ്റ് 1 2021 നമ്മുടെ നീറ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യും. അതിനുള്ള ആപ്ലിക്കേഷൻ വിളിച്ചു. എല്ലാവരും ആപ്ലിക്കേഷൻ അയക്കുന്ന തിരക്കിലൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ക്ലാസ് 11 അതായത് +1 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ, അതായത് ബൾക്ക് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അതിൽ ഇതൊക്കെ വരും: മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, പിന്നെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഇങ്ങനെ 3 ചാപ്റ്ററുകൾ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും നമ്മുടെ ബൾക്ക് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. ഈ ബൾക്ക് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ നിന്നും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നത് ബൾക്ക് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഈ 3 ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. ഈ +1 സൈഡിൽ +1 എന്നല്ല, +1ഉം +2ഉം കൂടെ എടുത്താൽ പോലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുള്ളത് ഈ സൈഡിൽ നിന്നാണ്. അപ്പം ആദ്യം നമ്മൾ ആ പോർഷൻ തന്നെ ഏറ്റവും കൂടുതൽ മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്ററുകൾ തന്നെയാണ്. അല്ലാതെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് തൊട്ട് അങ്ങനെയല്ല ഓർഡറായിട്ടല്ല പോകുന്നത്. ഏത് ചാപ്റ്ററിന് എന്നാണോ കൂടുതൽ മാർക്കിൽ ചോദിച്ചിട്ടുള്ളത് കഴിഞ്ഞ മുൻകാല വർഷങ്ങളിൽ ഒരു 5-6 വർഷമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ബൾക്ക് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട്. അത് ഇത്രയും ഭാഗങ്ങൾ വരും: മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ്സ്, ദെൻ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഇത്രയും പോർഷൻസ് ഉൾക്കൊള്ളുന്ന ചാപ്റ്ററുകൾ ഈ 3 ചാപ്റ്ററുകളിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചാപ്റ്ററുകൾ നമുക്ക് പഠിക്കാം. ഇന്ന് ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ബേസിക്കലി കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ്, ഇലാസ്റ്റിസിറ്റി. എന്താണ് ഇലാസ്റ്റിസിറ്റി എന്ന് നമ്മൾ പഠിക്കണം. ദെൻ ഇലാസ്റ്റിസിറ്റിയുടെ ഡെഫിനിഷൻ, അതായത് കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് കണ്ടെത്തണം. അത് കണ്ടെത്തണമെങ്കിൽ നമുക്ക് സ്ട്രെസ് എന്ന് പറയുന്ന കാര്യം പഠിക്കണം, സ്ട്രെയിൻ എന്ന് പറയുന്ന കാര്യം പഠിക്കണം. ഈ സ്ട്രെസ് 3 തരമുണ്ട്, സ്ട്രെയിൻ 3 തരമുണ്ട്. ഈ സ്ട്രെസ്സും സ്ട്രെയിനും പഠിച്ചതിന് ശേഷം നമുക്ക് പഠിക്കേണ്ടത് ഈ സ്ട്രെസ്സും സ്ട്രെയിനും ഉൾക്കൊള്ളുന്ന ഒരു ലോ ഉണ്ട്, ദാറ്റ് ഈസ് ഹുക്സ് ലോ. അതിനുശേഷം ഈ സ്ട്രെസ്സും സ്ട്രെയിനും നമ്മൾ എന്താണെന്ന് പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഈ സ്ട്രെസ്സും സ്ട്രെയിനും 3 തരം വെച്ചുണ്ട്. സ്ട്രെസ് 3 തരത്തിലുണ്ട്, സ്ട്രെയിൻ 3 തരത്തിലുണ്ട്. അതിനുശേഷം ഹുക്സ് ലോ പഠിക്കുന്നു. ദെൻ അതിനുശേഷം സ്ട്രെസ്സും സ്ട്രെയിനും ഉപയോഗിച്ചിട്ടുള്ള ഗ്രാഫ്, ആ ഗ്രാഫ് നമ്മൾ പഠിക്കണം. ആ ഗ്രാഫിൽ നിന്ന് ക്വസ്റ്റ്യൻസ്, ആ ഗ്രാഫ് വരച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് ഇതിൻ്റെ അകത്ത് ഗ്രാഫ് കാണിച്ചിട്ട് ചോദിക്കും ഇതിൽ യങ്സ് മോഡുലസ് കൂടുതലുള്ള മെറ്റീരിയൽ ഏതാണ്, ഏത് ഗ്രാഫിനാണ് യങ്സ് മോഡുലസ് കൂടുതൽ, അതേപോലെ തന്നെ ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ ഏത് ഗ്രാഫിനാണ് കൂടുതൽ, അങ്ങനെ പറഞ്ഞാൽ കമ്പയർ ചെയ്തൊക്കെ 2 ഗ്രാഫ് തന്നിട്ട് കമ്പയർ ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ദെൻ അടുത്തത് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അതായത് പലതരം സ്ട്രെസ്സുകളും സ്ട്രെയിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. അതിനുശേഷം നമ്മൾ ഇലാസ്റ്റിസിറ്റി, പലതരത്തിലുള്ള ഇലാസ്റ്റിസിറ്റി ഉണ്ട്, 3 തരത്തിലുള്ള ഇലാസ്റ്റിസിറ്റി, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. ദെൻ അതിനുശേഷം നമ്മൾ ഒരു ഫോർമുല മീൻസ് ഡിസൈനിങ് ഓഫ് ബ്രിഡ്ജ്. അത് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നില്ല, നമ്മളൊരു ഫോർമുല മാത്രം. ആ ഫോർമുല നമ്മുടെ പ്രോബ്ലത്തിന് വേണ്ടി ആവശ്യമുണ്ട്, അതുകൊണ്ട് ആ ഫോർമുല പഠിക്കണം. ആ ഫോർമുലയിൽ എല്ലാ ആൽഫബറ്റ്സും എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ദെൻ അതിനുശേഷം നമ്മൾ വേറൊരു കാര്യം കൂടെ പഠിക്കുന്നുണ്ട്, പോയ്സോൺ റേഷ്യോ. ഇതും ചോദിച്ചു കണ്ടിട്ടുണ്ട്, പോയ്സോൺ റേഷ്യോ. ദെൻ അടുത്ത പോയിന്റ് പഠിക്കേണ്ടത് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. Elastic potential energy stored in a loaded wire. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എൻട്രൻസിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. 1 ഇലാസ്റ്റിസിറ്റി, 2 സ്ട്രെസ്, 3 സ്ട്രെയിൻ, ദെൻ ഹുക്സ് ലോ, ദെൻ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്,
then designing of bridge, അതിനൊരു ഫോർമുല മാത്രമേ ഉള്ളൂ, പോയിസൺ റേഷ്യോ, then ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ ലോഡഡ് വയർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ എൻട്രൻസിന് വേണ്ട എല്ലാ ഫോർമുലാസുമായി, പിന്നെ നമുക്കുള്ളത് ഇതിൻ്റെ അകത്ത് പ്രോബ്ലംസ് ചെയ്ത് ഒന്ന് തറവാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആദ്യം ഞാൻ ഓരോ പോർഷനിലേക്കും പോവുകയാണ്. ഇതിലെ ഫസ്റ്റ് പോർഷൻ ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് സോളിഡ് മാറ്റർ. ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഒരു സോളിഡ് മാറ്ററിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. നമുക്കറിയാം ചില മെറ്റീരിയലിലേക്ക് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം ആ മെറ്റീരിയലിനെ സ്ട്രെച്ച് ചെയ്യാനുള്ള എബിലിറ്റി കാണും. എന്നിട്ട് ഈ ഫോഴ്സ് ഞാനങ്ങ് മാറ്റുകയാണെങ്കിൽ ആ മെറ്റീരിയൽ അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരാനുള്ള പ്രോപ്പർട്ടിയും കാണിക്കും. ഈ പ്രോപ്പർട്ടിയുള്ള മെറ്റീരിയലിനെ നമ്മൾ പറയും ഇലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതായത് ഇലാസ്റ്റിസിറ്റി ഈസ് എ പ്രോപ്പർട്ടി ഓഫ് സോളിഡ് മാറ്റർ ബൈ വെർച്യൂ ഓഫ് വിച്ച് എ മെറ്റീരിയൽ ഈസ് ഏബിൾ ടു സ്ട്രെച്ച് വെൻ എ ഫോഴ്സ് ഈസ് അപ്ലൈഡ്. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് സ്ട്രെച്ച് ചെയ്യാനുള്ള, മെറ്റീരിയലിനെ സ്ട്രെച്ച് ചെയ്യാനുള്ള കഴിവ് കാണും. ആൻഡ് is able to get back to its original state when force is removed. ആ അപ്ലൈ ചെയ്ത ആ ഫോഴ്സ് അങ്ങ് റിമൂവ് ചെയ്താൽ ആ മെറ്റീരിയൽ അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരാനുള്ള കഴിവ് കാണിക്കും. അങ്ങനെയുള്ള മെറ്റീരിയൽ കാണിക്കുന്ന ആ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു ഗിവൺ മെറ്റീരിയൽ, ആ മെറ്റീരിയലിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം ആ മെറ്റീരിയലിനെ സ്ട്രെച്ച് ചെയ്യാനുള്ള കഴിവ് കാണിക്കും. ആ ഫോഴ്സ് ഞാൻ അങ്ങ് എടുത്തു മാറ്റുമ്പോൾ അത് അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. അങ്ങനെ കാണിക്കുന്ന, അങ്ങനെയുള്ള പ്രോപ്പർട്ടി കാണിക്കുന്ന ആ മെറ്റീരിയൽ കാണിക്കുന്ന ആ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റി ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ബൈ വെർച്യൂ ഓഫ് വിച്ച് എ മെറ്റീരിയൽ ഈസ് ഏബിൾ ടു സ്ട്രെച്ച് വെൻ എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ആൻഡ് ഈസ് ഏബിൾ ടു ഗെറ്റ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ് വെൻ ദ ഫോഴ്സ് ഈസ് റിമൂവ്ഡ്. ആ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി. അത് അണ്ടർസ്റ്റുഡ് ആണല്ലോ. ഇനി ഞാൻ പറഞ്ഞു, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഒരു മെറ്റീരിയലിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു എന്ന് പറയുന്നു. ആ ഫോഴ്സിന് പറയുന്ന പേരാണ് ഡീഫോമിംഗ് ഫോഴ്സ്. ഈ രണ്ട് തരം ഫോഴ്സ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള ഫോഴ്സസ് കാണാം. ഒന്ന് റീസ്റ്റോറിംഗ് ഫോഴ്സ്, ഒന്ന് ഡീഫോമിംഗ് ഫോഴ്സ്. രണ്ടും എന്ത് ഫോഴ്സ് ആണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിൻ്റെ ഫോമിന് മാറ്റം വരുത്തുന്ന ഫോഴ്സ്. ഒരു മെറ്റീരിയലിനെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ് ഡീഫോമിംഗ് ഫോഴ്സ്. അടുത്ത ഫോഴ്സാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡീഫോമിംഗ് ഫോഴ്സ് ഒരു മെറ്റീരിയലിലേക്ക് അപ്ലൈ ചെയ്തു. ആ മെറ്റീരിയലിലേക്ക് അപ്ലൈ ചെയ്തപ്പം ആ മെറ്റീരിയലിന് സ്ട്രെച്ച് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായി, സ്ട്രെച്ച് ചെയ്യാനുള്ള ഒരു കഴിവ് കാണിച്ചു. പക്ഷേ ആ മെറ്റീരിയൽ, അതിനുള്ളിലുള്ള മെറ്റീരിയൽ എന്ത് ചെയ്യും? അതിൻ്റെ ഉള്ളിലുള്ള മോളിക്യൂൾസ് എല്ലാം ആ ഡീഫോമിംഗ് ഫോഴ്സിന് ഓപ്പോസിറ്റായിട്ട് വേറൊരു ഫോഴ്സ് ആ ബോഡിക്കുള്ളിൽ എന്തിന് എഗനസ്റ്റായിട്ട്, ഡീഫോമിംഗ് ഫോഴ്സിന് എഗനസ്റ്റായിട്ട് ആ ബോഡിക്കുള്ളിൽ സെറ്റപ്പ് ചെയ്യും. ആ ഫോഴ്സാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഫോഴ്സ് ഈ ചാപ്റ്റർ വായിക്കുമ്പോൾ കാണാം. ഒന്ന് ഡീഫോമിംഗ് ഫോഴ്സ്, ദെൻ സെക്കൻഡ് വൺ ഈസ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പം ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് മനസ്സിലായി. രണ്ട് തരം ഫോഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, ഡീഫോമിംഗ് ഫോഴ്സ് ആൻഡ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഇനി നമ്മളൊരു പുതിയ കാര്യത്തിലേക്ക് പോവുകയാണ്, ദാറ്റ് ഈസ് സ്ട്രെസ്. വാട്ട് ഈസ് സ്ട്രെസ്? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ stress is simply by equation, stress is force by area. Stress എന്ന് പറഞ്ഞാൽ force by area. This stress എന്ന് പറഞ്ഞാൽ restoring force per unit area set up inside a body against a deforming force, that is stress. Restoring
restoring force per unit area set up inside a body against against deforming force means apply ചെയ്യുന്ന force against a deforming force, that is stress എന്ന് പറഞ്ഞാൽ stress is a deforming force restoring force per unit area. അതായത് force per area എന്ന് പറയുന്നതാണ് stress is restoring force per unit area set up inside a body against a deforming force. അപ്ലൈ ചെയ്യുന്ന ആ ഫോഴ്സിന് എഗനസ്റ്റ് ആയിട്ട് ആ ഒരു മെറ്റീരിയലിനുള്ളിൽ യൂണിറ്റ് ഏരിയയിൽ സെറ്റപ്പ് ചെയ്യുന്ന ഫോഴ്സാണ് എന്താ സ്ട്രെസ്. that is stress is force by area. എന്തായിരിക്കും ഇനി സ്ട്രെസ്സിൻ്റെ യൂണിറ്റ്? ഫോഴ്സിൻ്റെ യൂണിറ്റ് നമുക്കറിയാം ന്യൂട്ടൺ, ഏരിയയുടെ യൂണിറ്റ് ഈസ് മീറ്റർ സ്ക്വയർ. ദെർഫോർ യൂണിറ്റ് ഓഫ് സ്ട്രെസ് ഈസ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. നമ്മൾ സ്ട്രെസ് പഠിച്ചു, ഇലാസ്റ്റിസിറ്റി പഠിച്ചു. ഈ സ്ട്രെസ് എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്. 1, 2, 3 3 തരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്. ഫസ്റ്റ് ഈസ് longitudinal stress. അതിനെ നോർമൽ സ്ട്രെസ് എന്നും പറയാറുണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് അല്ലെങ്കിൽ നോർമൽ സ്ട്രെസ്. സെക്കൻഡ് വൺ ഈസ് ഷിയറിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ അതിന് വേറൊരു പേര് പറയും ടാൻജൻഷ്യൽ സ്ട്രെസ്. ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് പറയാൻ കാരണം ടാൻജൻഷ്യലിലാണ് നമ്മൾ ടാൻജൻഷ്യൽ ഫോഴ്സാണ് അപ്ലൈ ചെയ്യുന്നത്. മൂന്നാമത്തേത് വോളിയോമെട്രിക് സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ദാറ്റ് ഈസ് റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഈസ് ദി സ്ട്രെസ്. 3 തരത്തിലുള്ള സ്ട്രെസ്സുകളുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്, സെക്കൻഡ് വൺ ഈസ് ഷിയറിംഗ് സ്ട്രെസ്, തേർഡ് വൺ ഈസ് വോളിയോമെട്രിക് സ്ട്രെസ്. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്താണെന്ന് നോക്കാം. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് അല്ലെങ്കിൽ നോർമൽ സ്ട്രെസ് എന്നും പറയാറുണ്ട്. ഇപ്പോൾ സപ്പോസ് ഒരു വയർ ദിസ് ഈസ് വയർ. ഈ വയറിലേക്ക് നമ്മൾ രണ്ടും ഇങ്ങനെ വലിക്കുകയെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് രണ്ട് സൈഡിലേക്കും ഇങ്ങനെ ഫോഴ്സ് ഈ ഡയറക്ഷൻ ഒരു വയർ എടുത്തിട്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയാണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഫോഴ്സ്, ഇതെന്ന് പറയുന്ന ഫോഴ്സ്. 2 സൈഡിലേക്കും വലിക്കുമ്പോൾ ഫോഴ്സ് ആണല്ലോ. ഈ ഫോഴ്സ് ആക്ടിങ് പെർ ഇതൊരു ഫോഴ്സ്. ഈ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് സർഫസ് ഏരിയ നോർമലി ഇൻ ദ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ലെങ്ത് ഓഫ് എ ബോഡി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു റോഡുണ്ട്. ആ റോഡിനെ ഞാൻ ഇങ്ങനെ വലിക്കുമ്പോൾ ഇതിൻ്റെ ലെന്ത് എന്ത് ചെയ്യും? ലെന്ത് കൂടും, ലെന്ത് ഇൻക്രീസ് ചെയ്യും. റൈറ്റ്. അതേപോലെ തന്നെ ഇതൊരു റോഡെന്നല്ലൊരു വയറെന്ന് വിചാരിച്ചോളൂ. ഒരു വയർ, ഇതിനെ ഞാൻ ഫോഴ്സ് ഇതേ ഡയറക്ഷനിൽ കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് ഇതൊരു ഫോഴ്സ്. ഇങ്ങനെ അങ്ങോട്ട് ഉന്തുകയാണെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് ഞാൻ പിടിച്ച് ഉന്തുകയാണെങ്കിൽ ഈ വയറിന് എന്ത് ചെയ്യും? ലെന്ത് ഡിക്രീസ് ചെയ്യും. ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ വയറാണ്. ലെന്ത് ഡിക്രീസ് ചെയ്യും. റൈറ്റ്. ഒന്നിനെ വലിക്കുക, ഒന്നിനെ അമർത്തി പിടിക്കുക, അങ്ങോട്ട് 2 സൈഡിൽ നിന്ന് അങ്ങോട്ട് അമർത്തി പിടിക്കുക. അപ്പം ഒന്നിൻ്റെ ലെന്ത് കൂടും, ഒന്നിൻ്റെ ലെന്ത് കുറയും. ഇങ്ങനെ ലെന്ത് ഇൻക്രീസ് ചെയ്യും, ലെന്ത് ഡിക്രീസ് ചെയ്യും. ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഫോഴ്സ്. ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, അത് ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ, ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. റൈറ്റ്. ഇവിടെയും ഫോഴ്സ് പെർപെൻഡിക്കുലർ, അതായത് നോർമലായിട്ടാണ് ഞാൻ ആ ഏരിയയ്ക്ക് നോർമലായിട്ടാണ് ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ദെർഫോർ ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ, ദാറ്റ് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ഇതിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത്.
ഈ ലോജിറ്റ്യൂഡിനൽ സ്ട്രെസ് രണ്ട് തരത്തിലുണ്ട്. ഒന്നാമത്തേത് ടെൻസൈൽ സ്ട്രെസ്, രണ്ടാമത്തേത് കംപ്രസീവ് സ്ട്രെസ്. ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ്. ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടോ, ഇതേ ഡയറക്ഷന് രണ്ടിനെ ഈ വയറിനെ പിടിച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചങ്ങ് വലിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലെന്ത് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ലെന്ത് ഇൻക്രീസ് ചെയ്യുന്ന സ്ട്രെസ്സിന് പറയുന്ന പേരാണ് ടെൻസൈൽ സ്ട്രെസ്. ഇവിടെ നോക്കുക, ഈ വയറിൻ്റെ ഫോഴ്സ് ഇതേ ഡയറക്ഷനിലാണ്, ഇങ്ങോട്ട് രണ്ട് സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ഉന്തുകയാണ്. അപ്പോഴത്തേക്ക് ലെന്ത് ഡിക്രീസ് ചെയ്യും. അങ്ങനെയുള്ള സ്ട്രെസ്സിന് പറയുന്ന പേരാണ് കംപ്രസീവ് സ്ട്രെസ്. അതായത് ലോജിറ്റ്യൂഡിനൽ സ്ട്രെസ് രണ്ട് തരമുണ്ട്, ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ്സും. ലോജിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. ദിസ് ഈസ് അബൌട്ട് ദ ലോജിറ്റ്യൂഡിനൽ സ്ട്രെസ്. അടുത്തത് ഷിയറിംഗ് സ്ട്രെസ്. ഷിയറിംഗ് സ്ട്രെസ്, അതിന് വേറൊരു പേര് പറയും, എന്തായിരുന്നു? ടാൻജൻഷണൽ സ്ട്രെസ്. ടാൻജൻഷണൽ സ്ട്രെസ്. സപ്പോസ് ഇങ്ങനെയൊരു ക്യൂബ് വേണമെന്നൊന്നുമില്ല, എല്ലാ ടെക്സ്റ്റ് ബുക്കിലും ക്യൂബ് ആയതുകൊണ്ട് ഞാൻ ക്യൂബ് വരയ്ക്കുന്നതേ ഉള്ളൂ. മിക്ക ടെക്സ്റ്റ് ബുക്കുകളിലും കണ്ടതല്ല. ചിലയിടത്ത് റോഡ് തന്നെയാണ് വരച്ചിരിക്കുന്നത്, ചിലയിടത്ത് വയറ് തന്നെയാണ്. എന്താണെങ്കിലും ഇങ്ങനെ ചെറിയൊരു ആംഗിൾ വരണം, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു മെറ്റീരിയൽ, ഇവിടെ ഞാൻ കൂടെ വരച്ചേക്കാം, ഒരു മെറ്റീരിയൽ. ഈ മെറ്റീരിയലിലേക്ക് ഞാൻ ഇതേ ഡയറക്ഷനിൽ, ശ്രദ്ധിച്ചിരുന്നോളൂ, ഇതേ ഡയറക്ഷനിൽ ഞാനൊരു ഫോഴ്സ് കൊടുക്കുന്നു, ദാറ്റ് ഈസ് എഫ്. ഈ എഫ് ഫോഴ്സിൻ്റെ പ്രത്യേകതയാണ്, ഈ എഫ് എന്ന് പറയുന്ന ഫോഴ്സാണ് ടാൻജൻഷണൽ ഫോഴ്സ്. ഒരു ടാൻജൻഷണൽ ഫോഴ്സ് കൊടുക്കുകയാണ്, ദാറ്റ് ഈസ് എഫ്. ഇങ്ങനെ ഒരു ടാൻജൻഷണൽ ഫോഴ്സ് കൊടുത്തു കഴിയുമ്പം എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഇതിനൊരു ചെറിയൊരു ചേഞ്ച് അങ്ങോട്ട്, അതേ ഈ ഡയറക്ഷൻ മാറി ചെറിയൊരു ഡയറക്ഷൻ ചേഞ്ച് വരും. വരയ്ക്കാം, ഇതിങ്ങനെ വരും. ഈ എ, ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. ഈ എ എന്ന് പറയുന്നത് എ ഡാഷ് എന്ന് പറയുന്ന സ്ഥലത്തെത്തും, ബി എന്ന് പറയുന്ന ബി ഡാഷിലെത്തും, ഡി എന്ന് പറയുന്ന ഡി ഡാഷ് എത്തും, സി എന്ന് പറയുന്നത് സി ഡാഷിലെത്തും. ഇവിടുന്ന് ഒരു ടാൻജൻഷണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽ ഇതേ ഫോമിലായി മാറും. ഇങ്ങനെ ഫോമിലായി മാറുമ്പം ദിസ് ഈസ്, ഇതെന്ന് പറയുന്നതാണ് ടാൻജൻഷണൽ ഫോഴ്സ്. ഇങ്ങനെ മാറി ദിസ് ആംഗിൾ ഈസ് തീറ്റ. ഈ തീറ്റയുടെ ഉപയോഗം വരുന്നുണ്ട്. ആ തീറ്റ ഇലാസ്റ്റിസിറ്റിയുടെ ഫോർമുല കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇവിടെ ഞാൻ ഷിയറിംഗ് സ്ട്രെസ് എന്താണെന്ന് മാത്രമേ ഇപ്പം പറയുന്നുള്ളൂ. ഈ എഫ് ഒരു ടാൻജൻഷണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം ഈ മെറ്റീരിയൽ, ഒരു ക്യൂബായിട്ടിരുന്ന മെറ്റീരിയലിന് ചെറിയ ഒരു ചെരിവ് വന്ന പോലെ ഇരിക്കും. ഇപ്പം ഇങ്ങനെ ടാൻജൻഷണൽ ഫോഴ്സ് കൊടുക്കുമ്പം ഇവിടെ ഒരു ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉള്ളതിന് ഇവിടെ ഒരു സ്ട്രെസ് ഉണ്ടായി. ഇതാണ് ഷിയറിംഗ് സ്ട്രെസ്. അതിൻ്റെ വാല്യൂ ആണ് ഷിയറിംഗ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ എ. സ്ട്രെസ് ഈസ് ബേസിക്കലി എഫ് ബൈ എ. ഇവിടുത്തെ എഫിൻ്റെ പ്രത്യേകതകളേ ഉള്ളൂ. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഒന്ന് നമ്മൾ രണ്ട് സൈഡിലേക്കും കൊടുക്കും. ഇത് അങ്ങോട്ട് ആ മെറ്റീരിയലിലേക്ക് ഉന്തി ആ രണ്ട് സൈഡെ കംപ്രസ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കും, ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിൽ കൊടുക്കും. ദെൻ ഇവിടെ ആകുമ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ടാൻജൻഷണലായിട്ട് കൊടുക്കും. അപ്പം ഇവിടെ ഷിയറിംഗ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു എഫ് ടാൻജൻഷണൽ ഡിവൈഡഡ് ബൈ എ. ഇനി അടുത്ത സ്ട്രെസ്സാണ് വോളിയോമെട്രിക് സ്ട്രെസ്. വോളിയോമെട്രിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ, ഇങ്ങനെ ഇവിടെ വോളിയോമെട്രിക് സ്ട്രെസ് ഏത് ഡയറക്ഷന് വേണേലും നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യാം. ദിസ് ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ ഈസ് വോളിയോമെട്രിക് സ്ട്രെയിൻ. വോളിയോമെട്രിക് സ്ട്രെയിൻ ഈസ് ഓൾസോ ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ ടു ചേഞ്ച് ദ വോളിയം ഓഫ് എ ബോഡി. ഒരു വോളിയോമെട്രിക് സ്ട്രെയിൻ മീൻസ് ഇതായത് ഈ ബോഡിയിലേക്ക്, ഇങ്ങനെ ഒരു ബോഡിയിലേക്ക് എന്താ പറയുക, ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, അതിൻ്റെ വോളിയത്തിന് ചേഞ്ച് വരും. വോളിയത്തിന് ചേഞ്ച് വരുന്ന ആ സ്ട്രെസ്സാണ് വോളിയോമെട്രിക് സ്ട്രെസ്. വോളിയോമെട്രിക് സ്ട്രെസ് ഈസ് ഓൾസോ എഫ് ബൈ എ, ഫോഴ്സ് ബൈ ഏരിയ.
അപ്പം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ സെറ്റപ്പ് ഇൻസൈഡ് എ ബോഡി എഗൻസ്റ്റ് എ ഡിഫോമിംഗ് ഫോഴ്സ് ദാറ്റ് ഈസ് സ്ട്രെസ്. സ്ട്രെസ് 3 തരമുണ്ട്: ലോജിറ്റ്യൂഡിനൽ സ്ട്രെസ്, ഷിയറിംഗ് സ്ട്രെസ് ആൻഡ് വോളുമെട്രിക് സ്ട്രെസ്. ദെൻ നെക്സ്റ്റ് ഈസ് സ്ട്രെയിൻ. അടുത്ത വേർഡാണ് സ്ട്രെയിൻ. മൂന്നാമത്തേത് സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: സ്ട്രെയിൻ ഈസ് ചേഞ്ച് ഇൻ ഡയമെൻഷൻസ്, റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻസ്. ചേഞ്ച് ഇൻ ഡയമെൻഷൻസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻസ്. നമുക്കറിയാം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സിംപിളി ഫോഴ്സ് ബൈ ഏരിയ ആണ്. 3 തരം സ്ട്രെസ്സസ് ഉണ്ട്. ഏതൊക്കെയാണ്? ലോജിറ്റ്യൂഡിനൽ, ഷിയറിംഗ് ആൻഡ് വോളുമെട്രിക്. അതേപോലെ തന്നെ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ, ദാറ്റ് ഈസ് റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻസ് ടു ദ ഒറിജിനൽ ഡയമെൻഷൻ, ദാറ്റ് ഈസ് സ്ട്രെയിൻ. ഈ സ്ട്രെയിനും 3 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, മുമ്പേ പഠിച്ചത് തന്നെ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ഷിയറിംഗ് സ്ട്രെയിൻ, ലോജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ഷിയറിംഗ് സ്ട്രെയിൻ, വോളിയോമെട്രിക് സ്ട്രെയിൻ. ഇങ്ങനെ 3 തരത്തിലുള്ള സ്ട്രെയിനുകളുണ്ട്: ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ഷിയറിംഗ് സ്ട്രെയിൻ ആൻഡ് വോളിയോമെട്രിക് സ്ട്രെയിൻ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ, ദാറ്റ് ഈസ് സ്ട്രെയിൻ. അപ്പോൾ ഞാൻ ഒരു റോഡ്, ഈ റോഡിൻ്റെ ലെന്ത് L ആണ്. ഇതിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഈ ലെന്ത് ചേഞ്ച് ചെയ്തു, ദാറ്റ് ഈസ് ഡെൽറ്റ എൽ. ഇങ്ങോട്ടാണ് ഫോഴ്സ് വന്നിരിക്കുന്നത്. ഈ ചേഞ്ച് ഇൻ ലെന്ത്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് ചേഞ്ച് ഇൻ ലെന്ത്, ദാറ്റ് ഈസ് ഡെൽറ്റ എൽ, ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെന്ത്, ദാറ്റ് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ചേഞ്ച് ഇൻ ലെന്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെന്ത്, ദാറ്റ് ഈസ് ലോജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലെന്തിനെ പരാമർശിക്കുന്ന, ലെന്ത് വഴി ഉണ്ടാകുന്ന സ്ട്രെയിനാണ് ലോജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ദാറ്റ് ഈസ് അടുത്തത് ഷിയറിംഗ് സ്ട്രെയിൻ. ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ക്യൂബ് വരയ്ക്കാം. ഈ ക്യൂബിൽ ഒരു ടാൻജൻഷണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ടാൻജൻഷണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ക്യൂബിൻ്റെ ഷേപ്പിന് ചേഞ്ച് വരും. ഷേപ്പിന് ചേഞ്ച് വന്നു. സപ്പോസ് ദ ലെന്ത് ഓഫ് ദിസ് ലെന്ത് ഈസ് എൽ. ഈ ചേഞ്ച് വന്ന ഇത്രയും പോർഷന് നമുക്ക് സപ്പോസ് എക്സ് എന്ന് കൊടുക്കാം. ദിസ് ആംഗിൾ ഈസ് തീറ്റ. ഒരു ടാൻജൻഷണൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ആ ഒരു ക്യൂബ് ഈ ഫോമിലായി മാറി. അപ്പം നമുക്ക് ഷിയറിംഗ് സ്ട്രെയിൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇതിൻ്റെ അകത്ത് നമുക്ക് ടാൻ തീറ്റ കണ്ടെത്തിയാൽ നമുക്കറിയാം ടാൻ തീറ്റയുടെ വാല്യൂ എന്താണ്. ടാൻ തീറ്റ ഈ സീരീസ് ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെയാണ്? ടാൻ തീറ്റ ഈക്വൽ ടു തീറ്റ പ്ലസ് 1/3 s³ പ്ലസ് 2/15 x⁵ എന്നും പറഞ്ഞാണ്. അറിയാമല്ലോ, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ പ്ലസ് 1/3 θ³ പ്ലസ് 2/15 θ⁵ 5 പ്ലസ് എക്സെട്ര എന്നും പറഞ്ഞാണ് റിലേഷൻ. ഇതിൻ്റെ അകത്തുനിന്ന് ടാൻ തീറ്റ ഈസ് ഈ വാല്യൂസ് എല്ലാം, തീറ്റയുടെ വാല്യൂ ചെറുതാണെങ്കിൽ ഇതെല്ലാം അതിലും ചെറിയ വാല്യൂസ് ആയിരിക്കും. അങ്ങനെയാണ് ഇതിനെ നമുക്കങ്ങ് നെഗ്ലക്റ്റ് ചെയ്ത് അപ്രോക്സിമേറ്റ്ലി ടാൻ തീറ്റ ഈക്വൽ ടു തീറ്റ എന്നെടുക്കാം. ടാൻ തീറ്റ ഈക്വൽ ടു തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി വാട്ട് ഈസ് ടാൻ തീറ്റ? ടാൻ തീറ്റ ഈസ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ adjacent side. Opposite side is x, adjacent side is l. Therefore tan theta equal to theta equal to x by l. Therefore shearing strain is theta, that is theta is approximately equal to x by l. Shearing strain the value ആണ് theta, that is equal to x by l, approximately equal to tan theta. Tan theta ആണ്. Tan theta approximately equal to theta equal to x by l. Then അടുത്തത് വോളിയോമെട്രിക് സ്ട്രെയിൻ. വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ സപ്പോസ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വോളിയത്തിന് ചേഞ്ച് വരും. ഇതിൻ്റെ വോളിയം V ആണ്. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ വോളിയം ഡെൽറ്റ V ആയി മാറി.
അങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു മെറ്റീരിയലിൻ്റെ വോളിയം ചേഞ്ച് ആയെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറയും. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി. ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം, ദാറ്റ് ഈസ് ദ വോളിയോമെട്രിക് സ്ട്രെയിൻ. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് ചേഞ്ച് ഇൻ ലെന്ത് ബൈ ലെന്ത്, ആൻഡ് ഷിയറിംഗ് സ്ട്രെയിൻ ഈസ് തീറ്റ, ആൻഡ് വോളിയോമെട്രിക് സ്ട്രെയിൻ ഈസ് ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം. ദാറ്റ് ഈസ് 1, 2, ദിസ് ഈസ് 3. ഇങ്ങനെ 3 തരത്തിലുള്ള സ്ട്രെയിൻ ഉണ്ട്. നമ്മൾ സ്ട്രെസ് പഠിച്ചു, സ്ട്രെയിൻ പഠിച്ചു, ഇലാസ്റ്റിസിറ്റി പഠിച്ചു. ഇനി അടുത്തത് സ്ട്രെസ്സും സ്ട്രെയിനും ഉൾക്കൊള്ളുന്ന ഒരു ലോ ഉണ്ട്. ദാറ്റ് ഈസ് ഹുക്സ് ലോ. ഹുക്സ് ലോ. ഫോർ എ ഗിവൺ മെറ്റീരിയൽ, ഹുക്സ് ലോ ഇതാണ്. ഫോർ എ ഗിവൺ മെറ്റീരിയൽ വിത്തിൻ ദി എലാസ്റ്റിക് ലിമിറ്റ്, within the elastic limit, elastic limitil, within the elastic limit, stress is directly proportional to strain. For a given material, within the elastic limit, stress is directly proportional to strain. That is, stress is equal to, ഈ proportionality constant മാറ്റി അവിടെ ഒരു പ്രൊപ്പോർഷണൽ മാറ്റി എനിക്ക് ഈക്വൽ ടു ഇടണമെങ്കിൽ അവിടെ ഒരു കോൺസ്റ്റന്റിനെ ആഡ് ചെയ്യും. ദാറ്റ് ഈസ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു, ആ കോൺസ്റ്റന്റ് ആണ് ഇ ഇൻറ്റു സ്ട്രെയിൻ. ആ കോൺസ്റ്റന്റ് ഇയുടെ പേരാണ് കോയിഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി. കോയിഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അതിൻ്റെ പേരാണ് കോയിഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അങ്ങനെയാണെങ്കിൽ കോയിഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഇ, ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഇത് ഇമ്പോർട്ടൻ്റ് റിലേഷനാണ്. ഇത് പലയിടങ്ങളിലും പ്രോബ്ലത്തിൽ ഉപയോഗിക്കേണ്ടി വരും. ഇലാസ്റ്റിസിറ്റി, കോയിഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഹുക്സ് ലോ എന്ന് പറയുന്ന ഇതാണ്. ഫോർ എ ഗിവൺ മെറ്റീരിയൽ വിത്തിൻ ദി എലാസ്റ്റിക് ലിമിറ്റ്, സ്ട്രെസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റാൻ വേണ്ടി അവിടെ ഈക്വൽ ടു, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റി അവിടെ ഈക്വൽ ടു വരുമ്പം ഇവിടെ ഒരു കോൺസ്റ്റന്റിനെ ആഡ് ചെയ്യും. ആ കോൺസ്റ്റന്റ് ആണ് കോയിഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇതിൻ്റെ അകത്തുനിന്ന്, ഈ ഇക്വേഷൻ്റെ അകത്തുനിന്ന് ഇയെ എങ്ങനെ എഴുതാം? കോയിഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ എഴുതാം. ഇനി അടുത്തത് ഹുക്സ് ലോയെ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും പഠിക്കാനൊന്നുമില്ല. പ്ലാസ്റ്റിക് റീജിയൻ ഏതാണ്, ഇലാസ്റ്റിക് റീജിയൻ ഏതാണ്, ഇത്ര ചെറിയ ചെറിയ കാര്യങ്ങളേ ഒന്നും ഉള്ളൂ, മനസ്സിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗ്രാഫ് വരയ്ക്കണേ എക്സും വൈയും വേണം. റൈറ്റ്, ശരിയാണല്ലോ. അതിൽ വൈ ആക്സിസിൽ സ്ട്രെസ് വരയ്ക്കുന്നു, എക്സ് ആക്സിസിൽ സ്ട്രെയിൻ വരയ്ക്കുന്നു. മനസ്സിലായി? സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് വൈ ആക്സിസിലും സ്ട്രെയിൻ എക്സ് ആക്സിസിലും. ഇനി വേറൊരു കാര്യം കൂടി ഇപ്പം തന്നെ പറയുകയാണ്. പ്രോബ്ലം തരുമ്പം, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രോബ്ലം വരുമ്പം സ്ട്രെസ്സും സ്ട്രെയിനും നമ്മൾ ചിലപ്പം സ്ട്രെയിൻ ഇവിടെ ആയിരിക്കും, അതായത് സ്ട്രെയിൻ വൈ ആക്സിസിൽ തരാറുണ്ട്, ചിലപ്പം എക്സ് ആക്സിസിലായിരിക്കും സ്ട്രെസ് തന്നിരിക്കുന്നത്. അത് ക്വസ്റ്റ്യൻ കിട്ടുമ്പം ആ ഗ്രാഫ് പിക്ചോറിക്കലി നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന് നോക്കി ചെയ്യാൻ വേണ്ടി. ഞാൻ പ്രോബ്ലം ചെയ്യിക്കും, അതേ തരത്തിലുള്ള പ്രോബ്ലം ചെയ്യിക്കും, അപ്പം കാണിക്കാം സ്ട്രെസ് സ്ട്രെയിൻ. ഇനി ഇതിൻ്റെ ഗ്രാഫ്, ഇത് ഒറിജിൻ ഒ, ഇവിടെ ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. ദിസ് ഈസ് എ, ഒ എ. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ സ്ട്രെസ് വൈ ആക്സിസിലും സ്ട്രെയിന് എക്സ് ആക്സിസിലുമായിട്ട് വരയ്ക്കുന്നു. ഇത് ഒറിജിൻ ഒ. ഇവിടെ നിന്ന് ഇത്രയും പോർഷൻ, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൻ്റെ ഇത്രയും പോർഷൻ, ഒ മുതൽ എ വരെയുള്ള പോർഷൻ, ഈ ഒ എ എന്ന് പറയുന്ന പോർഷനിൽ സ്ട്രെസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്.
അതായത് സ്ട്രെയിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ 1 ആയിരിക്കും, സ്ട്രെയിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ ഇവിടെയും 2 ആയിരിക്കും, 3 ആണെങ്കിൽ 3 ആയിരിക്കും, 4 ആണെങ്കിൽ 4 ആയിരിക്കും. അങ്ങനെ സ്ട്രെസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. ഈ ഗ്രാഫിൽ ഈ പോയിന്റ് എക്ക് ഒരു പേര് പറയും. ഹലോ, അടുത്തത് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ സ്ട്രെസ് വൈ ആക്സിസിലും സ്ട്രെയിൻ എക്സ് ആക്സിസിലും എടുത്തു വരയ്ക്കുന്ന ഗ്രാഫ്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. ഇത് സ്ട്രെസ്, ഇത് സ്ട്രെയിൻ. വൈ ആക്സിസിൽ സ്ട്രെയിനും സ്ട്രെസ്സും എക്സ് ആക്സിസിൽ സ്ട്രെയിനും ഇങ്ങനെ വരയ്ക്കുന്ന ഗ്രാഫാണ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. ഇത് ഒറിജിൻ. സപ്പോസ് ദിസ് പോയിന്റ് ഈസ് എ. ഇവിടെ ഒയിൽ നിന്ന് എയിലേക്ക് ഞാൻ വരച്ചു. ഒ എന്ന് പറയുന്നത് ഒറിജിനാണ്, എ എന്ന് പറയുന്നത് ഒരു പോയിന്റാണ് ഗ്രാഫിൽ. ഇങ്ങോട്ട് ബാക്കി വരാനുണ്ട്, ഞാൻ വരയ്ക്കുന്നതേ ഉള്ളൂ. ഒ എ. ഈ ഒ എ എന്ന് പറയുന്ന ആ റീജിയൻ, ആ ഗ്രാഫിൽ, ഈ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ ഒ എ എന്ന് പറയുന്ന റീജിയനിൽ സ്ട്രെസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഇവിടെ സ്ട്രെയിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ 1 ആയിരിക്കും, സ്ട്രെയിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ സ്ട്രെസ് 2 ആയിരിക്കും, സ്ട്രെയിൻ 3 ആണെങ്കിൽ സ്ട്രെസ് 3 ആയിരിക്കും. അങ്ങനെ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഒ എ എന്ന് പറയുന്ന ആ റീജിയൻ. ഈ എക്ക് പറയുന്ന പേരാണ്, ഗ്രാഫിൽ എക്ക് പറയുന്ന പേരാണ് ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയും. ആ പോയിന്റിന് പറയുന്ന പേരാണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ്. പ്രൊപ്പോർഷണൽ ലിമിറ്റ്. പ്രൊപ്പോർഷണൽ ലിമിറ്റ്. ഈ ഒ എ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, ആണല്ലോ. ഒ എ എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ്. അവിടെ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നു. സ്ട്രെസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നു. സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇവിടെ എ എന്ന് പറയുന്ന ഈ പോയിന്റിലെ നമ്മൾ പറയും പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയും. ഈ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്ട്രെസ് വാല്യൂ ഉണ്ടല്ലോ, ഈ എ എന്ന് പറയുന്ന പോയിന്റ് നിൽക്കുന്ന അവിടുന്ന് ഇങ്ങോട്ട് ഞാൻ വരച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ ഒരു സ്ട്രെസ് വാല്യൂ കിട്ടും, ഏതോ ഒരു സ്ട്രെസ് വാല്യൂ. ആ സ്ട്രെസ് വാല്യൂ ആണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ് അല്ലെങ്കിൽ ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി അല്ലെങ്കിൽ ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ഇനി ഈ ഒ എ എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ, ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് ഞാൻ കണ്ടെത്തുകയാണ്. ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് ഈസ് എന്താണ്? y ബൈ എക്സ് ആണ്, ആണല്ലോ. y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ s2 മൈനസ് x1, ദാറ്റ് ഈസ് സ്ലോപ്പ്. അപ്പം y എന്ന് പറയുന്ന ആക്സിസിലാണ് സ്ട്രെസ്, ദാറ്റ് ഈസ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ. വാട്ട് ഈസ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് E, ദാറ്റ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി. കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ എന്ത് പറയാം? കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അതായത് ഒ മുതൽ എ വരെയുള്ള റീജിയൻ എന്തായിരിക്കും? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. അതായത് ഒ എ എന്ന് പറയുന്ന റീജിയൻ ഇലാസ്റ്റിക് റീജിയൻ ആണ്. എത്ര അണ്ടർസ്റ്റുഡ് ആണല്ലോ. ഒ എ എന്ന് പറയുന്നൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആ സ്ട്രെയിറ്റ് ലൈന് സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതിൻ്റെ അർത്ഥം ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നതെന്നാണ്. ആ എ എന്ന് പറയുന്ന പോയിന്റിന് പറയുന്ന പേരാണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ് അല്ല ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ഇതിൻ്റെ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഒ എ എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടെത്തിയാൽ y ബൈ എക്സ് കിട്ടും. ദാറ്റ് ഈസ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ, ദാറ്റ് ഈസ് E. E ഈസ് ദി കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കിട്ടും. ഈ ഒ എ എന്ന് പറയുന്ന റീജിയനാണ് ഇലാസ്റ്റിക് റീജിയൻ. ഈ എ എന്ന് പറയുന്ന ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന സ്ട്രെസ്സിൻ്റെ വാല്യൂസിനെയാണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ് അല്ലെ ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ഇനി എ കഴിഞ്ഞിട്ട്
ഇവിടെ ഇങ്ങനെ വരും. ദിസ് ഈസ് ബി, എയിൽ നിന്ന് ബി, ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. എന്നിട്ട് this region is C, this is D, E. ഇനി അടുത്തത് എ ബി എന്ന് പറയുന്ന ഭാഗം. എ ബി, നമ്മൾ ഒ എ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു. ഇനി എ ബി, ഈ ബി എന്ന് പറയുന്ന ഇവിടം വരെ ഇലാസ്റ്റിക് റീജിയൻ ഇവിടം വരെ വരും. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എ ബി എന്ന് പറയുന്ന റീജിയൻ അതിൽ ബി എന്ന് പറയുന്ന പോയിന്റ് വരെ എലാസ്റ്റിസിറ്റി കാണും. അതുകൊണ്ട് ബി എ എലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയും. ഇതാണ് ഈ ഒ എ എന്ന് പറയുന്ന റീജിയൻ പ്യുവർലി ഇലാസ്റ്റിക് റീജിയനാണ്. ഒ എ എന്ന് പറയുന്ന റീജിയൻ പ്യുവർലി ഇലാസ്റ്റിക് റീജിയനാണ്. പക്ഷേ ഇലാസ്റ്റിസിറ്റി എ ബി എന്ന് പറയുന്ന പോർഷനിലും കുറച്ച് ഭാഗമുണ്ട്. ശരിക്കും എ ബി എന്ന് പറയുന്ന പോർഷനിൽ എലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടി ഉണ്ട്, പ്ലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട് ശരിക്കും. അപ്പം എലാസ്റ്റിക് ആണോ എന്ന് ചോദിച്ചാൽ എലാസ്റ്റിക് അല്ല, ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, എലാസ്റ്റിക് അല്ലയെന്ന് ചോദിച്ചാൽ അല്ല. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഭാഗമാണ് എ ബി. അപ്പം ബി വരെ എലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയും. ബി എന്ന് പറയുന്ന പോയിന്റിന് പറയുന്ന പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഈ ഇലാസ്റ്റിക് ലിമിറ്റ് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എത്രമാത്രം സ്ട്രെസ് വരുമോ ദാറ്റ് ഈസ് എലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ്. ഇനി ഇഫ് ഡീഫോമിംഗ് ഫോഴ്സ് ഈസ് റിമൂവ്ഡ്, നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ പേരാണ് ഡീഫോമിംഗ് ഫോഴ്സ് ആണല്ലോ. ആ ഡീഫോമിംഗ് ഫോഴ്സ് ഈസ് റിമൂവ്ഡ്, ഒരു വയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോഡ് ചെയ്യുന്ന ഒരു സ്പ്രിങ്ങോ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഒരു ഡീഫോമിംഗ് ഫോഴ്സ് ഈസ് റിമൂവ്ഡ്. ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും ആ വയർ അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് വരും ആണല്ലോ. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്, ആ ഫോഴ്സ് ഡീഫോമിംഗ് ഫോഴ്സ് ഈസ് റിമൂവ്ഡ്. ഇത് വയർ അല്ലെങ്കിൽ എന്താണോ മെറ്റീരിയൽ, ആ വയർ എന്ന് പറയുകയാണ്. വയർ എന്ന് പറയുന്ന മെറ്റീരിയലാണെന്ന് വിചാരിച്ചോളൂ. ആ വയർ റിട്ടേൺസ് ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ്. Deforming force, if deforming force is removed, wire returns to its original state. ആ ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ വയർ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് വരികയാണ്. ഒരു ഡീഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അത് അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് വരികയാണ്. ഇവിടെ ഈ എ ബി എന്ന് പറയുന്ന റീജിയനിൽ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ അല്ല. എ ബി എന്ന് പറയുന്ന റീജിയൻ. ഈ ബിക്ക് നമ്മളൊരു പേര് പറഞ്ഞു, ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞു. ആ വേറൊരു പേരും കൂടെ പറയും, അതിന് ഈൽഡ് പോയിന്റ് എന്ന് പറയും. പറയാറുണ്ട്. ഈൽഡ് പോയിന്റ്. ഇത്രയാണ് എ ബിയെ സംബന്ധിക്കുന്നത്. ഇനി ഞാൻ അടുത്തത് ഒ മുതൽ ബി വരെയുള്ള റീജിയൻ പറയുകയാണ്. ഒ മുതൽ ബി വരെ. ഇവിടെ ഒ മുതൽ എ വരെയുള്ളത് പെർഫെക്റ്റ്ലി പ്യുവർലി ഇലാസ്റ്റിക് ആണ്. എ മുതൽ ബി വരെയുള്ളത് ഇലാസ്റ്റിക്കും ആണ്, നോൺ ഇലാസ്റ്റിക്കും ആണ്. ആ റീജിയനിൽ നിൽക്കുന്നതാണ്. പക്ഷേ ഇവിടെയും എലാസ്റ്റിക് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ഒ ബി വരെയുള്ള റീജിയനെ നമ്മൾ പറയും എലാസ്റ്റിക് റീജിയൻ. ഒ ബി വരെയുള്ള റീജിയനാണ് എലാസ്റ്റിക് റീജിയൻ. ഇനി ഒ ബി വരെയാണ്, ഇവിടം വരെയാണ് നമ്മുടെ ഇലാസ്റ്റിക് റീജിയൻ. ഇത് ഓർത്തിരിക്കണം, ഇലാസ്റ്റിക് റീജിയൻ പ്രോബ്ലത്തിന് ആവശ്യമുള്ളതാണ്. ഒ മുതൽ ബി വരെയുള്ള റീജിയൻ എലാസ്റ്റിക് റീജിയൻ. എ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ലിമിറ്റ് അല്ലെ ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ബി എന്ന് പറയുന്നതാണ് ഇലാസ്റ്റിക് പോയിന്റ്, അതിനെ ഈൽഡ് പോയിന്റും പറയാറുണ്ട്. കിട്ടുന്ന ഈ സ്ട്രെസ് വാല്യൂസിന് പറയുന്ന പേരാണ് ഈൽഡ് പോയിന്റ് അല്ലെ എലാസ്റ്റിക് ലിമിറ്റ്. ഇവിടെയാണ് ഡീഫോമിംഗ് ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ മെറ്റീരിയൽ റിട്ടേൺസ് ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ്. ഇനി ബിക്ക് ശേഷം, ആഫ്റ്റർ ബിക്ക് ശേഷം എന്ത് ചെയ്യുന്നു നോക്കാം. സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്താണ്? ചെറിയ വാല്യൂസ്. പക്ഷേ സ്ട്രെയിൻ്റെ വാല്യൂസോ
കൂടുതലാണ്. ആഫ്റ്റർ ബിക്ക് ശേഷം എന്ത് സംഭവിക്കുന്നു? സ്മോൾ സ്ട്രെസ് ആൻഡ് ലാർജ് സ്ട്രെയിൻ. സ്മോൾ സ്ട്രെസ്സും ലാർജ് സ്ട്രെയിനുമാണ്. അപ്പം സ്മോൾ സ്ട്രെസ്സും ലാർജ് സ്ട്രെയിനും ആകുമ്പോൾ അതിനർത്ഥം എന്താണ്? ഇലാസ്റ്റിസിറ്റി ഇല്ല, ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഇല്ല ആണല്ലോ. നോ ഇലാസ്റ്റിസിറ്റി ഇല്ല. എന്തുകൊണ്ടാണ് ഇലാസ്റ്റിസിറ്റി ഇല്ലാതെ? സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ അല്ല. അതുകൊണ്ട് അവിടെ സ്മോൾ സ്ട്രെസ്സും ലാർജ് സ്ട്രെയിനുമാണ്, രണ്ടും രണ്ട് തരത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഒരിക്കലും അപ്ലൈ ചെയ്യുന്നില്ല. ഇനി അറ്റ് പോയിന്റ് സി, ഈ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ കുറച്ച് റേസ് ചെയ്ത് കളയാം. പോയിന്റ് സി എന്ന് പറയുന്ന പോയിന്റിൽ ഇഫ് ഡീഫോമിംഗ് ഫോഴ്സ് ഈസ് റിമൂവ്ഡ്, ഡീഫോമിംഗ് ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഡീഫോമിംഗ് ഫോഴ്സ് ഈസ് റിമൂവ്ഡ്. ഈ ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിയുമ്പം അത് ഒരിക്കലും അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റ് ഡയറക്ഷനിലേക്ക് തിരിച്ചു പോകില്ല. നേരെ മറിച്ച് ഒരു ഒറിജിനൽ ലെന്തിലേക്ക് പോകില്ല. അതായത് ഒരു ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സ്ട്രെസ് മുഴുവൻ റിമൂവ് ചെയ്താലും, അതായത് സ്ട്രെസ്സിൻ്റെ വാല്യൂ 0 ആക്കിയാലും കുറച്ച് എമൗണ്ട് ഓഫ് സ്ട്രെയിൻ കാണും. ദാറ്റ് ഈസ് ദിസ് ഡയറക്ഷനിൽ. വരച്ചത് ശരിയായില്ല. ഇത് ഡയറക്ഷൻ, അതായത് ഒ ഡാഷ്. അതായത് പോയിന്റ് സിയിലെത്തി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്യുകയാണ്. ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും, അതായത് സ്ട്രെസ്സിൻ്റെ വാല്യൂ 0 ആക്കി കഴിയുമ്പം കുറച്ച് എമൗണ്ട് ഓഫ് സ്ട്രെയിൻ കാണും. അതാണ് ഒ ഡാഷ്. ആ സ്ട്രെയിന് പറയുന്ന പേരാണ് പെർമനൻ്റ് സ്ട്രെയിൻ. പെർമനൻ്റ് സ്ട്രെയിൻ. 2 തവണ ഞാൻ ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ്ഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് ഇവിടെയായിരുന്നു എ ബി എന്ന് പറയുന്ന ആ റീജിയനിൽ ഞാൻ ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ വയർ, ഏതാണോ മെറ്റീരിയൽ, വയർ റിട്ടേൺസ് ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ്. അതായത് എ ബി എന്ന് പറയുന്ന ആ റീജിയനിൽ, ആ ബി എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് അറ്റ് പോയിന്റ് ബിയിൽ ഞാൻ ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബി എ ഒ എന്ന് പറയുന്ന ആ റീജിയൻ, അല്ലെങ്കിൽ ഒ ബി എന്ന് പറയുന്ന ആ റീജിയനിൽ തന്നെ കിടക്കും. അതായത് സ്ട്രെസ്സിൻ്റെ വാല്യൂ ബി എന്ന് പറയുന്ന അവിടെ ഞാൻ സ്ട്രെസ്സിൻ്റെ വാല്യൂ 0 ആക്കിയാൽ എനിക്ക് ആ ഒറിജിനൽ സ്റ്റേറ്റ് തന്നെ കിട്ടും. ഒറിജിനൽ സ്റ്റേറ്റിൽ ആദ്യത്തെ പോയ അതേ ഡയറക്ഷനിൽ തന്നെ തിരിച്ചു വരും. നേരെ മറിച്ച് സി എന്ന് പറയുന്ന ആ സ്ഥലത്ത് വെച്ച് ഞാൻ ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സി ബി എ ഒ എന്ന് പറയുന്ന ഒറിജിനൽ ഡയറക്ഷനിൽ തന്നെ തിരിച്ചു വരില്ല. ആ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരാത്ത അവസ്ഥയാണ്. ആ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരാത്ത അവസ്ഥയ്ക്ക് കാരണം ഇവിടെ ഒരു പെർമനൻ്റ് സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യും. ആ പെർമനൻ്റ് സ്ട്രെയിൻ്റെ പേരാണ് ഒ ഡാഷ് എന്ന് പറയുന്നതാണ് ആ പെർമനൻ്റ് സ്ട്രെയിൻ. സ്ട്രെസ്സിൻ്റെ വാല്യൂ ഈ സി എന്ന് പറയുന്ന റീജിയനിൽ 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് 0 ആണ്, സ്വാഭാവികമായിട്ട് സ്ട്രെയിന് 0 ആകണം. അങ്ങനെ പക്ഷേ സ്ട്രെസ് 0 ആകുമ്പം, സി എന്ന് പറയുന്ന റീജിയൻ സ്ട്രെസ് 0 ആകുമ്പം സ്ട്രെയിനിൻ്റെ വാല്യൂ എന്താണ്? ഒരു മിനിമം വാല്യൂ, ഒരു കുറച്ച് വാല്യൂ കാണും. ആ ഒ ഡാഷ് എന്ന് പറയുന്ന അത്രയും വാല്യൂ സ്ട്രെയിൻ കാണും. ആ സ്ട്രെയിന് പറയുന്ന പേരാണ് പെർമനൻ്റ് സ്ട്രെയിൻ. ഇത് ഓർത്തിരിക്കണം, പെർമനൻ്റ് സ്ട്രെയിൻ. ഇനി അടുത്തത് ഡി എന്ന് പറയുന്ന റീജിയനാണ്. ഇതാണ് മാക്സിമം സ്ട്രെസ് ഉള്ള റീജിയൻ. ഡി എന്ന് പറയുന്ന പോയിന്റിലാണ് നമുക്ക് മാക്സിമം സ്ട്രെസ് ഉള്ളത്. ആ ഡി എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ പറയും ബ്രേക്കിംഗ് സ്ട്രെസ് എന്ന് പറയും. ബ്രേക്കിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അവിടെ ഡി എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് ഈസ് റിമൂവ്ഡ്. അവിടെ വെച്ച് നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ദ വയർ ഫ്ലോസ് ലൈക്ക് എ ലിക്വിഡ്. വയർ ഫ്ലോസ് ലൈക്ക് എ ലിക്വിഡ്. വയർ ഫ്ലോസ് ലൈക്ക് എ ലിക്വിഡ് ആകുന്നു എന്നല്ല അതിനർത്ഥം. ആ മെറ്റീരിയൽ ലിക്വിഡ് ആകുന്നു എന്നല്ല, വളരെ തിന്നിങ് ഓഫ് വയർ ഒരുപാട് തിന്നാകുന്നു എന്നാണ്. തിന്നിങ് ഓഫ് വയർ. ഈ ബ്രേക്കിംഗ് സെക്ഷനിൽ ഈ ബ്രേക്കിംഗ് പോയിന്റ് ഡി എന്ന് പറയുന്നതാണ് മാക്സിമം സ്ട്രെസ് ഉള്ള പോയിന്റ്. ആ ഡി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വയർ ഫ്ലോസ് ലൈക്ക് എ ലിക്വിഡ്, അല്ലെങ്കിൽ വയർ
വയർ ഫ്ലോസ് ലൈക്ക് ലിക്വിഡ് അല്ല തിന്നിങ് ഓഫ് വയർ. ഈ ഇ എന്ന് പറയുന്ന പോയിന്റിന് നമ്മൾ പറയും റപ്ചർ പോയിന്റ്. റപ്ചർ പോയിന്റ്. ഇനി ഈ ബി മുതൽ ഇ വരെയുള്ള ഈ റീജിയൻ, ഇത്രയും ഭാഗം ഉണ്ടല്ലോ, ദിസ് ഈസ് പ്ലാസ്റ്റിക് റീജിയൻ. പ്ലാസ്റ്റിക് റീജിയൻ. ഒ മുതൽ ബി വരെയുള്ളത് ആദ്യം ഇങ്ങനെയാണ് നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഇരിക്കുന്നത്. ഈ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ ഒ മുതൽ എ വരെ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആണ്, പ്യുവർലി ഇലാസ്റ്റിക് ആണ്, ഹുക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പെർഫെക്റ്റ്ലി കാണാൻ പറ്റും, അതിൻ്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത പോർഷനിൽ വരുമ്പോഴത്തേക്കും എ ബി എന്ന് പറയുന്ന പോയിന്റ്, ആ പോയിന്റ് ശരിക്കും, ആ പോർഷൻ ശരിക്കും പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കോ അല്ല, പെർഫെക്റ്റ്ലി നോൺ ഇലാസ്റ്റിക്കോ അല്ല. പക്ഷേ ഈ ബി എന്ന് പറയുന്ന റീജിയനിൽ നമ്മുടെ ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ്ലി റിട്ടേൺസ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ്. അത് ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചെത്തും. അതേപോലെ സി എന്ന് പറയുന്ന പോയിന്റിൽ ചെന്ന് കഴിഞ്ഞാൽ, സി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ അവിടെ വെച്ച് ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ 0 ആകും. പക്ഷേ ഒരു സ്ട്രെയിൻ ഒരു മിനിമം വാല്യൂ കാണും. ആ സ്ട്രെയിനുള്ള ആ വാല്യൂവിന് പറയുന്ന പേരാണ് പെർമനൻറ്റ് സ്ട്രെയിൻ, ദാറ്റ് ഈസ് ഒ ഒ ഡാഷ്. ആ സിയിൽ നിന്ന് ഇങ്ങോട്ട് ഡോട്ടല്ല, ഞാനിങ്ങനെ വരച്ചെന്നേ ഉള്ളൂ, വരച്ചപ്പോൾ ഒരു ചെറിയ വര സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടില്ലെന്നേ ഉള്ളൂ. ഈ ഇവിടെ നിന്ന് സിയിൽ നിന്ന് താഴേക്ക് വരയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഒ ഒ ഡാഷ്. ഈ വാല്യൂ ആണ് നമ്മുടെ പെർമനൻറ്റ് സ്ട്രെയിൻ. ഡി എന്ന് പറയുന്ന വാല്യൂവിലാണ് മാക്സിമം സ്ട്രെസ്. അതിനെയാണ് നമ്മൾ പറയുന്നത് ബ്രേക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇ എന്ന് പറയുന്ന പോയിന്റാണ് റപ്ചർ പോയിന്റ്. ഈ ഡി എന്ന് പറയുന്ന ഈ ബ്രേക്കിംഗ് പോയിന്റിൽ അല്ലെ ബ്രേക്കിംഗ് സ്ട്രെസ്സിൽ വയർ ഫ്ലോസ് ലൈക്ക് എ ലിക്വിഡ് അല്ലെ തിന്നിങ് ഓഫ് വയർ ഒരുപാട് ചെറിയ തിന്നായിട്ട് മാറും. ഇത്രയാണ് നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. 2 റീജിയനാണുള്ളത്, എലാസ്റ്റിക് റീജിയനും പ്ലാസ്റ്റിക് റീജിയനിലും. എ എന്ന് പറയുന്നതിന് നമ്മൾ പറയും പ്രൊപ്പോർഷണൽ ലിമിറ്റ്, ബി എന്ന് പറയുന്നതിന് ഈൽഡ് പോയിന്റ് എന്ന് പറയും, ഒ ബി എന്ന് പറയുന്ന റീജിയനാണ് എലാസ്റ്റിക് റീജിയൻ, ബി മുതൽ ഇ വരെയുള്ള റീജിയനാണ് പ്ലാസ്റ്റിക് റീജിയൻ, ഡി എന്ന് പറയുന്നത് ബ്രേക്കിംഗ് പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ മാക്സിമം സ്ട്രെസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്നും മനസ്സിലാക്കാൻ ഉള്ളത്. ഇനി ഈ ഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ മെറ്റീരിയലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 3 തരം മെറ്റീരിയൽ. ഫസ്റ്റ് മെറ്റീരിയൽ ഈസ് ഡക്റ്റിൽ. ഇത് നമ്മൾ ഓർക്കും ഇതിൻ്റെ ആവശ്യമുണ്ടോയെന്ന്. ഇത് നമ്മുടെ ഗ്രാഫിൽ നിന്ന് അനലൈസ് ചെയ്ത് നമ്മുടെ ഓപ്ഷൻസ് കാണുമ്പോൾ ഇത് ഡക്റ്റിലാണോ ടെൻസൈലാണോ മെറ്റീരിയൽ എന്ന് ചോദിച്ച് ഗ്രാഫിൽ നിന്ന് അനലൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഈ ഗ്രാഫ് തന്നിട്ട്. ഡക്റ്റൈൽ അല്ലെങ്കിൽ ടെൻസൈൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാസ്റ്റിക് റീജിയൻ, അതായത് ബി കഴിഞ്ഞിട്ടുള്ള റീജിയൻ. ആ പ്ലാസ്റ്റിക് റീജിയൻ്റെ വലിപ്പം കൂടുതലാണോ കുറവാണോ എന്ന് നോക്കിയിട്ടാണ് ഡക്റ്റിലാണോ ടെൻസൈലാണോ ബ്രിക്റ്റിലാണോ എന്ന് കണ്ടെത്തുന്നത്. പ്ലാസ്റ്റിക് റീജിയൻ ലാർജ് ആയിട്ടുള്ള മെറ്റീരിയൽസിന് പറയുന്ന പേരാണ് ഡക്റ്റിൽ അല്ലെങ്കിൽ ടെൻസൈൽ മെറ്റീരിയൽസ്. രണ്ടാമത്തേതാണ് ബ്രിക്റ്റിൽ മെറ്റീരിയൽസ്. ഈ ബ്രിറ്റിൽ മെറ്റീരിയൽസിൽ പ്ലാസ്റ്റിക് റീജിയൻ സ്മോൾ ആയിരിക്കും. ഇനി മൂന്നാമത്തെ തരത്തിലുള്ള മെറ്റീരിയലാണ് ഇലാസ്റ്റോമർ. ഈ ഇലാസ്റ്റോമറിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് റീജിയനേ കാണൂല, നോ പ്ലാസ്റ്റിക് റീജിയൻ. only half എന്ത് റീജിയനെ കാണുള്ളൂ? only half ഇലാസ്റ്റിക് റീജിയൻ. അതായത് ആദ്യം നമ്മൾ വരച്ച ഒ എ പിന്നെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ബി വരെയുള്ള റീജിയൻ. only half ഇലാസ്റ്റിക് റീജിയൻ. എക്സാമ്പിൾ ഏതാണ്? ഇലാസ്റ്റമർ, റബ്ബർ. only half ഇലാസ്റ്റിക് റീജിയൻ. ഇങ്ങനെ 3 തരത്തിലുള്ള മെറ്റീരിയൽ ഉണ്ട്. ഡക്റ്റിൽ അല്ലെങ്കിൽ ടെൻസൈൽ മെറ്റീരിയൽസ്, അതിൻ്റെ പ്ലാസ്റ്റിക് റീജിയൻ ലാർജ് ആയിരിക്കും. ബ്രിക്റ്റിൽ മെറ്റീരിയൽ ഈസ് പ്ലാസ്റ്റിക് റീജിയൻ സ്മോൾ. തേർഡ് ഈസ് ഇലാസ്റ്റമർ, അവിടെ പ്ലാസ്റ്റിക് റീജിയൻ കാണില്ല, only have ഇലാസ്റ്റിക് റീജിയൻ. ഇനി അടുത്ത ഒരു പോയിന്റ്, നമ്മൾ ഒരു ചെറിയ കാര്യമാണ്, പക്ഷേ എല്ലാവർക്കും ചിലർക്ക് സംശയം തോന്നാറുണ്ട്. റബ്ബറാണോ വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്?
ഇതിൽ ഏതാണ് മോർ ഇലാസ്റ്റിക് എന്നുള്ളത് നമ്മൾ പറയണം. ഏതാണ്, റബ്ബറാണോ, റബ്ബർ ഓർ സ്റ്റീൽ? ഈ റബ്ബറും സ്റ്റീലും തന്നിരുന്നാൽ വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്? വിച്ച് വൺ ഈസ് മോർ ഇലാസ്റ്റിക്, റബ്ബർ ഓർ സ്റ്റീൽ? റബ്ബറാണോ സ്റ്റീലാണോ മോർ ഇലാസ്റ്റിക്? എല്ലാവർക്കും കൺഫ്യൂഷൻ തോന്നും. റബ്ബറാണെന്ന് പലർക്കും ആൻസർ തോന്നും. റബ്ബറല്ല, ആൻസർ ഈസ് സ്റ്റീൽ. വൈ? എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഇലാസ്റ്റിസിറ്റി നമ്മൾ പഠിച്ചു. ഹൂക്സ് ലോ അനുസരിച്ച് ഇലാസ്റ്റിസിറ്റി ഈസ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഇനി നമ്മൾ സം എമൗണ്ട് ഓഫ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് എമൗണ്ട് ഓഫ് ഫോഴ്സ് റബ്ബറിലേക്കും കൊടുക്കുകയാണ്, സ്റ്റീലിലേക്കും കൊടുക്കുകയാണ്. എമൗണ്ട് ഓഫ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് രണ്ടിലേക്കും ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഈ റബ്ബറിൻ്റെ സ്റ്റീലിൻ്റെയും സെയിം ലെന്ത്, സെയിം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എല്ലാം സെയിം ആണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ എഫ് എന്ന് പറയുന്ന ഒരു സം എമൗണ്ട് ഓഫ് ഫോഴ്സ് അപ്ലൈ ചെയ്തു. പക്ഷേ സം എമൗണ്ട് ഓഫ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം എക്സ്റ്റൻഷൻ കൂടുതൽ ഏതിനായിരിക്കും? എക്സ്റ്റൻഷൻ സ്വാഭാവികമായിട്ടും റബ്ബറിന് കൂടുതലും സ്റ്റീലിന് കുറവുമായിരിക്കും. എക്സ്റ്റൻഷൻ കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? റബ്ബറിൻ്റെ സ്ട്രെയിൻ കൂടുതലാണ്, ആണല്ലോ. റബ്ബറിൻ്റെ സ്ട്രെയിൻ കൂടുതലും സ്റ്റീലിൻ്റെ സ്ട്രെയിൻ കുറവുമാണ്. അപ്പം നമുക്കറിയാം ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്, റൈറ്റ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ഇതിൽ സ്ട്രെയിൻ കുറവുള്ളത് ഏതാണ്? ഇപ്പം നമുക്ക് റബ്ബറിൻ്റെ കേസിലാണെങ്കിൽ സ്ട്രെയിൻ റബ്ബറിൻ്റെ കേസിലാണെങ്കിൽ സ്ട്രെയിൻ കൂടുതലാണ്. സ്ട്രെയിൻ കൂടുതലാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും, ആണല്ലോ. ദെയർഫോർ സ്റ്റീലിൻ്റെ കേസിലാണെങ്കിലോ സ്ട്രെയിൻ എന്തായിരിക്കും? സ്ട്രെയിൻ കുറവായിരിക്കും. സ്ട്രെയിൻ കുറവാകുമ്പം ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുകൊണ്ട് ഏതായിരിക്കും മോർ ഇലാസ്റ്റിക്, റബ്ബർ ഓർ സ്റ്റീൽ? ഏതാണ്? സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക്. അടുത്തത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. 3 തരത്തിലുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പലാണ് വൈ. ചിലത് ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഗാമ എന്ന് കാണാറുണ്ട്. നമുക്ക് വൈ എന്നെടുക്കാം. യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വൈ. യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ വൈ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. നമ്മൾ പഠിച്ചു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഈസ് ദാറ്റ് ഈസ് എഫ് പെർപെൻഡിക്കുലർ ബൈ എ, ദാറ്റ് ഈസ് എഫ് ബൈ എ. ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഈസ് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. Therefore, Young's modulus y equal to f by a into ഡെൽറ്റ എൽ ബൈ എല്ലിനെ നമ്മൾ എഫ് ബൈ എയെ ഡെൽറ്റ എൽ ബൈ എല്ല് കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. അതിന് എന്ത് ചെയ്യണം? മുകളിലേക്ക് വരാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിവൈഡ് ചെയ്യാൻ വേണ്ടി റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. Therefore, എഫ് ബൈ എ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ. ഇതാണ് യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് ഈസ് y ഈക്വൽ ടു എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ എൽ. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസിൻ്റെ എക്സ്പ്രഷൻ ഇതാണ് y ഈക്വൽ ടു എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ എൽ. y എന്ന് പറയുന്ന യങ്സ് മോഡുലസ്, എഫ് എന്ന് പറയുന്ന ഫോഴ്സ്, എ എന്ന് പറയുന്നത് ഏരിയ, എൽ എന്ന് പറയുന്നത് ഒറിജിനൽ ലെന്ത്, ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെന്ത് അല്ലെങ്കിൽ എലോങ്ങേഷൻ. y ഈക്വൽ ടു എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ എൽ. ഇതിൽ ഈ ഇക്വേഷൻ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ വേണ്ടതാണ്. ഇതിൻ്റെ അകത്തും തന്നെ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് പല തരത്തിലുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. രണ്ടാമത്തെ തരത്തിലുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി.
മോഡുലസ് ഓഫ് റിജിഡിറ്റി മോഡുലസ് ഓഫ് റിജിഡിറ്റി. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പലാണ് ഈറ്റ. ഈറ്റ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ഷിയറിംഗ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ. ഷിയറിംഗ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ. Modulus of rigidity is the ratio of shearing stress to the shearing strain. നമുക്കറിയാം shearing stress is tangential force divided by area. Divided by shearing stress is theta. Right. Therefore, rigidity modulus eta is equal to F by A into theta. This is the value of rigidity modulus. Modulus of rigidity eta equal to F divided by A theta. അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പഠിച്ചു. ഫസ്റ്റ് വൺ ഈസ് യങ്സ് മോഡുലസ്, സെക്കൻഡ് വൺ ഈസ് റിജിഡിറ്റി മോഡുലസ്. ഈ യങ്സ് മോഡുലസ് നമ്മൾ ലെന്തിനെ റെപ്രസെൻ്റ് ചെയ്യും. ലെന്തിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ എത്രമാത്രം ഇലാസ്റ്റിസിറ്റി അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എടുക്കുന്നത്. മോഡുലസ് ഓഫ് റിജിഡിറ്റി പറയുമ്പോൾ നമ്മളെപ്പോഴും ഷേപ്പിൻ്റെ കാര്യം, ഒരു ഏതെങ്കിലും ഒരു മെറ്റീരിയലിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്തു വരുമ്പോൾ ഉള്ളതാണ് നമ്മൾ മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ്. ഇനി അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ട്, അതാണ് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. തേർഡ് വൺ ഈസ് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് കെ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട്. കെ ബൾക്ക് മോഡുലസ് കെ ഈക്വൽ ടു നോർമൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ. വോളിയോമെട്രിക് സ്ട്രെയിൻ. നോർമൽ സ്ട്രെസ് ഈസ് നമുക്കറിയാം ഫോഴ്സ് ബൈ ഏരിയ ഡിവൈഡഡ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ ഈസ് ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ വി. Therefore, bulk modulus K equal to F by A into del V divided by delta V. Force by area is pressure. Therefore, P into V divided by delta V. ഈ ബൾക്ക് മോഡുലസിൽ K ഈക്വൽ ടു നമുക്ക് കിട്ടി P into V divided by delta V. When stress is increased means that is F by A is increasing. F by A increasing, that means pressure is increasing. Pressure increase ചെയ്യുമ്പോഴത്തേക്കും വോളിയം എന്ത് സംഭവിക്കും? വോളിയം is decreasing. Volume is decreasing with increase in pressure or increase in stress. ഫോഴ്സ് ബൈ ഏരിയ കൂടും അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ സ്ട്രെസ്, അതായത് ഫോഴ്സ് ബൈ ഏരിയ സ്ട്രെസ് കൂടുമ്പം സ്വാഭാവികമായിട്ടും പ്രഷർ കൂടുമ്പം എന്ത് ചെയ്യും? വോളിയം ഡിക്രീസ് ചെയ്യും. ദെയർഫോർ വി പുട്ട് എ നെഗറ്റീവ് സൈൻ ഈസ് ഹിയർ. അതുകൊണ്ട് നമ്മളിവിടെ ഒരു നെഗറ്റീവ് സൈനും കൂടെ ആഡ് ചെയ്യുന്നു. Therefore, bulk modulus of elasticity is K equal to minus P into V divided by delta V. This is the expression for bulk modulus. ഇനി വേറൊരു കാര്യം പഠിക്കുകയാണ്. ഇത് റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് 1/K ഈക്വൽ ടു സി. ഈ സിക്ക് പറയുന്ന പേരാണ് കംപ്രസിബിലിറ്റി. 1/K reciprocal of bulk modulus is known as the compressibility of material. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ഫസ്റ്റ് യങ്സ് മോഡുലസ്, സെക്കൻഡ് വൺ ഈസ് റിജിഡിറ്റി മോഡുലസ്, ദെൻ തേർഡ് വൺ ഈസ് ബൾക്ക് മോഡുലസ്. ഇനി നമുക്കുള്ളത് അടുത്തത് പോയ്സോൺ റേഷ്യോ. പോയ്സോൺ റേഷ്യോ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സിഗ്മ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. The Poisson ratio is the ratio of lateral strain to longitudinal strain.
Poisson ratio is the ratio of lateral strain to longitudinal strain. രണ്ടും സ്ട്രെയിൻ ആണ്. ഒന്ന് ലാറ്ററൽ സ്ട്രെയിനും ലോജിറ്റ്യൂഡിനൽ സ്ട്രെയിനുമാണ്. നമുക്ക് ഒരു വയർ കൺസിഡർ ചെയ്യാം. ഒരു മെറ്റീരിയൽ, ഒരു വയർ. ഇതിൻ്റെ ലെന്ത് എല്ലാണ്. ഈ ലെന്തിൽ ഒരു ഫോഴ്സ് നമ്മൾ താഴേക്ക് അപ്ലൈ ചെയ്യാണ്. ദിസ് ഈസ് ഫോഴ്സ്, ദിസ് ഈസ് ഡെൽറ്റ എൽ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ലോജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്താണ്? ലോജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ഡെൽറ്റ എൽ ബൈ എൽ. ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ഈസ് ലോജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. Suppose consider this is the diameter of that wire. ഈ വയറിൻ്റെ ഡയമീറ്റർ ആണ് ടി. ഇതിൽ ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തു. ആ ഫോഴ്സ് ഈ വയറിനെ സ്ട്രെച്ച് ചെയ്യുന്നു. ഈ വയർ സ്ട്രെച്ച് ചെയ്യുമ്പം ഇതെന്ത് സംഭവിക്കും? ഈ വയർ തിന്നാകും. അതിനർത്ഥം എന്താണ്? അതിൻ്റെ ഡയമീറ്റർ ഡിക്രീസ് ചെയ്യാണ്. അപ്പം ഈ ഡയമീറ്റർ കാരണം ഉണ്ടാകുന്ന സ്ട്രെയിനാണ്, ഡയമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തുണ്ടാകുന്ന സ്ട്രെയിന് പറയുന്ന പേരാണ് ലാറ്ററൽ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിൻ ഈസ് ദി റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമീറ്റർ ടു ദി ഒറിജിനൽ ഡയമീറ്റർ. ലാറ്ററൽ സ്ട്രെയിൻ ഈസ് ദി ചേഞ്ച് ഇൻ ഡയമീറ്റർ ടു ദി ഒറിജിനൽ ഡയമീറ്റർ. ദാറ്റ് ഈസ് ദ ലാറ്ററൽ സ്ട്രെയിൻ. അതായത് ഒരു വയർ, ആ വയറിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ലെന്തിനെ ഇൻക്രീസ് ചെയ്യും. ലെന്ത് ഇൻക്രീസ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡയമീറ്റർ ഡിക്രീസ് ചെയ്യും. ആ ലാറ്ററൽ സ്ട്രെയിൻ അതുകൊണ്ട് എന്ത് വാല്യൂ ആയിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഒരു വയറിനെ നമ്മൾ ലോഡ് ചെയ്യുകയാണ്, അതിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് താഴേക്ക് വലിച്ചു നീട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ലോഡ് അപ്ലൈ ചെയ്യുകയാണ്. ഒരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലെന്ത് ഇൻക്രീസ് ചെയ്യും. ലെന്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡയമീറ്റർ സ്വാഭാവികമായിട്ടും കുറയും. ഡയമീറ്റർ ഈസ് ഡിക്രീസസ്, ദെയർഫോർ മൈനസ് സൈൻ ഈസ് പുട്ട് ഹിയർ. ഇത് സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദിസ് വയർ. ഈ വയറിൻ്റെ അതേ ഡയറക്ഷനിലുണ്ടാകുന്ന സ്ട്രെയിൻ്റെ പേരാണ് ലോജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ദ സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന സ്ട്രെയിനാണ് ലാറ്ററൽ സ്ട്രെയിൻ ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ ദി ഒറിജിനൽ ഡയമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയ്സോൺ റേഷ്യോ എഴുതാമല്ലോ. പോയ്സോൺ റേഷ്യോ ഈസ് ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ലോജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിൻ ഈസ് ചേഞ്ച് ഇൻ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ ലോജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ദിസ് ഈസ് ദി Poisson's ratio. This Poisson ratio has no unit and no dimension. ഇതിന് യൂണിറ്റും ഡയമെൻഷനും ഒന്നും ഇല്ല. Poisson ratio has no unit and no dimension. The ratio of lateral strain to the longitudinal strain is the Poisson ratio. അടുത്തത് ഡിസൈനിങ് ഓഫ് എ ബ്രിഡ്ജ്. ഡിസൈനിങ് ഓഫ് എ ബ്രിഡ്ജ്. ഇതിൽ ഡിപ്രഷൻ എത്രമാത്രം ഉണ്ടെന്ന് കണ്ടെത്താനുള്ള ഒരു ഫോർമുല മാത്രം പഠിച്ചാൽ മതി. ഡിസൈനിങ് ഓഫ് എ ബ്രിഡ്ജ്, അതിൽ ഡിപ്രഷൻ്റെ ഫോർമുല. അതിൻ്റെ ഫോർമുല ഇതാണ്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു WL cube divided by 4y യങ്സ് മോഡുലസ് BD ക്യൂബ്. ഓർത്തിരിക്കണം. ഡെൽറ്റ ഈക്വൽ ടു WL ക്യൂബ് 4 ലാംഡ BD ക്യൂബ്. ഇതിൽ ഓരോന്നും പറയാണ്. ഡെൽറ്റ എന്ന് പറയുന്നത് ഡിപ്രഷനാണ്. ഡിപ്രഷൻ അറ്റ് ദി മിഡിൽ പോയിന്റ്. ദെൻ W is the load attached at the middle point. L is the length. Then Y is the Young's modulus. Young's modulus. And B is the breadth of bar. Then D is the thickness. Thickness of bar. അതായത്
ഇതാണ് this is the weight. ഇത് ആ ബാറിൻ്റെ ബ്രെഡ്ത്ത്, ഇത് തിക്നെസ്, ഇത് ലെങ്ത്. എത്രമാത്രം ഈ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ഈ ഇലാസ്റ്റിസിറ്റി എന്നുണ്ട് നോളജ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് അപ്ലൈഡ് ഇൻ ദ ഡിസൈനിങ് ഓഫ് ബ്രിഡ്ജ്. ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് ഇലാസ്റ്റിസിറ്റിയുടെ കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ, അതായത് ഓവർലോഡ്, ട്രാഫിക്കിൽ ഓവർലോഡ് വരുമ്പോഴും അതുപോലെ തന്നെ എത്രമാത്രം ഇത് വളയും, ഈ പാലം എത്രമാത്രം ബ്രിഡ്ജ് വളയുമെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ഇട്ടിട്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. അപ്പം അതിന് യങ്സ് മോഡുലസ് എന്ന് പറയുന്ന ഇലാസ്റ്റിക് പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം അതിൻ്റെ തിയറി പറയുന്നില്ല, എന്താണ് ഇതിൻ്റെ ജസ്റ്റ് റിലേഷൻ. ഈ റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലം ഒരുപാട് ചെയ്യാനുണ്ട്. ആ ഫോർമുല മാത്രം പഠിച്ചിരുന്നാൽ മതി. ഡെൽറ്റ ഈക്വൽ ടു WL³ ഡിവൈഡഡ് ബൈ 4YBD³. ഡെൽറ്റ എന്ന് പറയുന്നത് ഡിപ്രഷൻ അറ്റ് ദി മിഡിൽ പോയിന്റ്. മിഡിൽ പോയിന്റിൽ എത്രമാത്രം ഡിപ്രഷൻ ഉണ്ടാകുന്നു. W ഈസ് ദി ലോഡ് അറ്റാച്ച്ഡ് അറ്റ് ദി മിഡിൽ പോയിന്റ്. L ഈസ് ദി ലെങ്ത് ഓഫ് ദി ബാർ. Y ഈസ് യങ്സ് മോഡുലസ് ആൻഡ് B ഈസ് ബ്രെഡ്ത്ത് ഓഫ് ബാർ ആൻഡ് D ഈസ് ദി തിക്നെസ് ഓഫ് ബാർ. ഇതാണ് ഡിസൈനിങ് ഓഫ് ബ്രിഡ്ജിൻ്റെ ഡിപ്രഷൻ കണ്ടെത്താനുള്ള റിലേഷൻ. ഡെൽറ്റ ഈക്വൽ ടു WL³ ഡിവൈഡഡ് ബൈ 4YBD³. ഈ റിലേഷൻ മാത്രം പഠിച്ചിരുന്നാൽ മതി. അതിൽ ഓരോ ഡെൽറ്റ എന്താണ്, W എന്താണ്, L എന്താണ്, Y എന്താണ്, ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കണം. അടുത്തത് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഇൻ എ ലോഡഡ് വയർ. ഇലാസ്റ്റിക് potential energy, elastic potential energy in a loaded wire. ഈ റിലേഷൻ നമുക്ക് വേണ്ടതാണ്. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഇൻ എ ലോഡഡ് വയർ. ഇതിൻ്റെ റിലേഷൻ ഇതാണ്. U ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ. U ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ. നമുക്ക് നോക്കാം. ഇങ്ങനെയൊരു വയർ, ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് A, ഇതിൻ്റെ ലെന്ത് L. ഇത് ഒരു ഫോഴ്സ് നമ്മൾ ഒരു ലോഡ് ഇടുന്നു അല്ലെങ്കിൽ ഒരു ഫോഴ്സ് തന്നെ കിടക്കട്ടെ. ദെൻ ദിസ് ഈസ് ചേഞ്ച് ഇൻ ലെങ്ത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം യങ്സ് മോഡുലസിൻ്റെ റിലേഷൻ ഈസ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ, ദാറ്റ് ഈസ് ലോജിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ദാറ്റ് ഈസ് F/A ഡിവൈഡഡ് ബൈ ഡെൽറ്റ L/L. ദാറ്റ് ഈസ് Y ഈക്വൽ ടു F/A ഇൻറ്റു L ഡിവൈഡഡ് ബൈ ഡെൽറ്റ L. ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് F കണ്ടെത്താൽ. F ഈക്വൽ ടു YA ഡെൽറ്റ L ഡിവൈഡഡ് ബൈ L. ഇതിൽ ഡെൽറ്റ L എന്ന് പറയുന്നത്, സപ്പോസ് ദിസ് ഡിസ്റ്റൻസ് ഈസ് X എന്ന് ഞാൻ കൺസിഡർ ചെയ്യണം. ഡെൽറ്റ L ഈക്വൽ ടു X. പുട്ട് ഡെൽറ്റ L ഈക്വൽ ടു X. ആൻഡ് dW ഈസ് ദി സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ ഇൻക്രീസിങ് ദ ലെന്ത് dx. ഇത് ഈ ഫുൾ ലെന്ത് x ആണ്. ഇവിടെ ഒരു ചെറിയ പോർഷൻ എടുക്കുകയാണ്, ദാറ്റ് ഈസ് dx. അതിൽ ഈ dx ഇത്രയും ദൂരം ഈ വയറിനെ ഇത്രയും ദൂരം എലോങ്ങേറ്റ് ചെയ്യാൻ സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ ഇൻക്രീസിങ് ദ ലെന്ത് dx. ഇതിൻ്റെ ലെന്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന വർക്ക് ഡൺ ആണ് dW. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വർക്ക് ഡണ്ണിനെ എങ്ങനെ എഴുതാം? dW ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലോ വർക്ക്. ദെർഫോർ dW ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ
dw ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് എന്ന് പറയുന്നത് ഇതാണ്, അത് നമുക്കിവിടെ കൊടുക്കാം. ഫോഴ്സ് ഈസ് YA/L ഇൻറ്റു ഡെൽറ്റ എൽ ഈസ് എക്സ് എന്ന് എടുക്കണം, ഇൻറ്റു dx. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ dwനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? W കിട്ടും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓഫ് dw ഈസ് w ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് dw എവിടെ മുതൽ എവിടെ വരെ? 0 മുതൽ ഡെൽറ്റ എൽ വരെ. ഇൻ്റഗ്രൽ 0 ടു ഡെൽറ്റ എൽ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഡെൽറ്റ എൽ YA/L ഇൻറ്റു എക്സ് dx. ഇതിൽ YA/L എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്, അതിനെ വെളിയിലെടുക്കുക. ദാറ്റ് ഈസ് YA/L ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഡെൽറ്റ എൽ എക്സ് dx. Therefore, W is equal to YA/L into integral 0 to delta L into x dl. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? x²/2 into limit is 0 to delta L equal to YA/L. W is equal to YA/L into delta L is the whole square divided by 2. That is W equal to half into Y into A/L into delta L the whole square. ഇങ്ങനെ എഴുതാമല്ലോ W. ഇനി പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി U ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ വോളിയം. എനർജി ഡെൻസിറ്റി, ദാറ്റ് ഈസ് വർക്ക് ഡൺ ബൈ വോളിയം. U ഈക്വൽ ടു W/AL. A എന്ന് പറയുന്ന ഏരിയ, L എന്ന് പറയുന്ന ലെന്ത്. ദെർഫോർ W/AL. U ഈക്വൽ ടു ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി U ഈക്വൽ ടു വർക്ക് ഡൺ ബൈ വോളിയം. ദാറ്റ് ഈസ് ഈക്വൽ ടു U ഈസ് ഈക്വൽ ടു ഇവിടെ AL കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഹാഫ് ഇൻറ്റു Y ഇൻറ്റു A/L ഇവിടെ എടുത്തെഴുതാം ഈക്വൽ ടു 1/AL ഇൻറ്റു ഹാഫ് ഇൻറ്റു Y ഇൻറ്റു A/L ഇൻറ്റു ഡെൽറ്റ എൽ ഇത് ഹോൾ സ്ക്വയർ. ഇവിടെ ഇതും കൂടെ പോയി ഇവിടെ ഒരു L സ്ക്വയർ താഴെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു Y ഇൻറ്റു ഡെൽറ്റ L/L ഇത് ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു Y ഇൻറ്റു ഡെൽറ്റ L/L ഈസ് ഡെൽറ്റ L/L എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെയിൻ ആണ്. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ലെന്ത് ബൈ ഒറിജിനൽ ലെന്ത്, ദാറ്റ് ഈസ് സ്ട്രെയിൻ. ദാറ്റ് ഈസ് സ്ട്രെയിൻ സ്ക്വയർ. ഇങ്ങനെ കിട്ടി. കുറച്ച് ഭാഗം ഇറേസ് ചെയ്യാം. Therefore, energy density, elastic potential energy U equal to half into Y into strain in the whole square. Y എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആണ്. യങ്സ് മോഡുലസ് ഈസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ഇലാസ്റ്റിസിറ്റി ഈസ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു Y ഈസ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇൻറ്റു സ്ട്രെയിൻ ഇൻ ദി ഹോൾ സ്ക്വയർ. That is elastic potential energy U equal to half into stress into strain. This is the answer. Elastic potential energy U equal to half into stress into strain. നമുക്കറിയാം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. Therefore ഇതിൻ്റെ അകത്തുനിന്ന് ഒരു റിലേഷനും കൂടെ എഴുതാം. Therefore, elastic potential energy U is equal to half into stress is force by area, strain is change in length by original length. Therefore, elastic potential energy U is equal to half into force by area into delta L by L. This is the electrostatic potential energy in a loaded wire. ഈ രണ്ട് റിലേഷനും വേണ്ടതാണ്. ഇതും ഉപയോഗിക്കേണ്ടി വരും.